ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശ്രേയയെ നകുലിന്റെ ആളുകൾ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ശ്രേയയെ രക്ഷിക്കുന്നതിന് വേണ്ടി മഹിയുടെയും ഒപ്പം അവിടെ ഉണ്ടായിരുന്ന ഹൈമവതിയുടെയും ഫോണിലേക്ക് വിളിച്ചിട്ട് ഇരുവരും കോൾ എടുക്കാത്തതിനാൽ ആകെ നിരാശയിലാകുന്നു ഗംഗ. ഉടനെ തന്നെ ഗംഗ അതുവഴി വന്ന ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് അതിൽ കയറുന്നു. അതിനുശേഷം ഗംഗയെ തനിക്ക് അറിയാവുന്ന സ്ഥലത്തേക്ക് ആ ഗുണ്ടകൾ ശ്രേയയെ കൊണ്ടുപോയ ആ സ്ഥലം ലക്ഷ്യം വെച്ച് ആ വണ്ടിയുടെ പിന്നാലെ തന്നെ ഓട്ടോയിൽ ഗംഗ പോയിക്കൊണ്ടേയിരിക്കണം. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഗംഗ വല്ലാത്ത ടെൻഷനോടെ ശ്രേയസിയെ എങ്ങനെ രക്ഷിക്കും, അവരെ തട്ടിക്കൊണ്ടുപോയത് എവിടേക്കാണ് എന്നെല്ലാം ആശങ്കയിൽ ഗംഗ വീണ്ടും വീണ്ടും മഹിയുടെയും ഒപ്പം ഹൈമൂരിയുടെയും ഫോണിലേക്ക് വിളിച്ചിട്ട് അവരെടുക്കാത്തതിന്റെ വേദനയിൽ വീണ്ടും ഗംഗ ആ ഓട്ടോയിൽ തന്നെ യാത്ര തുടർന്നു. ഈ സമയത്ത് ശ്രേയയുടെ കൂടെ പോയ ഗംഗയെ നകുലിന്റെ ആളുകൾ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എന്ന സന്തോഷത്തിലായിരുന്നു ഹൈമവതി. ഗംഗ തന്നെ വിളിച്ചത് അവളെ രക്ഷിക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കാനാണെന്നും അക്കാര്യം തന്നെ അറിയിക്കാൻ വേണ്ടി ഗംഗ വിളിച്ചതായിരിക്കുമെന്നും എന്തായാലും ഇന്നത്തോടെ ഗംഗയുടെ ശല്യം തീർന്നു കിട്ടിയല്ലോ എന്നൊക്കെ സന്തോഷിച്ച് ഹൈമവതി ദേവയാനിയുടെ അരികിലേക്ക് ചെല്ലുന്നു. ഈ സമയത്ത് അവിടേക്ക് വന്നെത്തിയ ജാനകിയമ്മയെ നാണം കെടുത്തി പറഞ്ഞയക്കാത്തതിനെ കുറിച്ചും ഹൈമവതി ദേവയാനിയോട് പറയുമ്പോൾ ദേവയാനി ഇത് തന്റെ പുതിയൊരു നീക്കമാണെന്ന് ഹൈമവതിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഈ സമയത്ത് നകുലിന്റെ ഫ്ലാറ്റിലേക്ക് ശ്രേയയുമായി തട്ടിക്കൊണ്ടുവന്ന ഗുണ്ടകൾ ആ ചാക്കിൽ കൊണ്ടുവന്ന ശ്രേയയെ വേഗം നകുലിനരികിലേക്ക് എത്തിക്കാനായി ശ്രമിച്ചു. കാറിൽ വെച്ച് ബഹളമുണ്ടാക്കിയ ശ്രേയ താൻ ഗംഗയല്ല എന്ന് പറയാനേ ആവുന്നത്ര ശ്രമിച്ചിട്ടും അവർ ചാക്കിനകത്ത് തന്നെ മൂടിയിട്ടതിനാൽ ശബ്ദം ശരിക്കും പുറത്തേക്ക് വരുന്നില്ല. അവസാനം ശ്രേയ കിടന്ന് ബഹളം വെക്കുന്നത് കേട്ട് ഇത് വല്ലാത്തൊരു ശല്യമാണോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗുണ്ടകളിൽ ഒരാൾ തന്റെ കയ്യിൽ കിട്ടിയ ലിവർ എടുത്ത് ശ്രേയയുടെ തലക്കിട്ടടിക്കുന്നു. അങ്ങനെ ബോധം കെട്ട് ശ്രേയ വീഴുന്നു. ആ ശ്രേയയെ തട്ടിക്കൊണ്ടു പോകുന്ന ഗുണ്ടകൾ ബോധം കെട്ട് വീണ ശ്രേയയെ എടുത്തുകൊണ്ട് വേഗം നകുലിന്റെ റൂമിലേക്ക് എത്തിക്കുന്നു. വേഗം വാ, ഞാൻ ഇവളെ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ശ്രേയയെ തന്റെ റൂമിലേക്ക് കൊണ്ടുവരാൻ, അത് ഗംഗയാണെന്നുള്ള ധാരണയിൽ വേഗം തന്റെ റൂമിലേക്ക് കൊണ്ടുവരാനായി ഗുണ്ടകളോട് നകുൽ പറയുന്നു. അങ്ങനെ നകുൽ പറഞ്ഞതനുസരിച്ച് ഗുണ്ടകൾ ശ്രേയയെ ജാക്കിലാക്കിക്കൊണ്ട് വേഗം നകുലിന്റെ റൂമിലേക്ക് എത്തി. എത്രയും വേഗം അവളുടെ ആ മുഖം മൂടി മാറ്റാനും ആ ചാക്കെടുത്ത് മാറ്റാനൊക്കെ നകുൽ ഗുണ്ടകളോട് പറയുന്നു. അത് കേട്ട ഉടനെ തന്നെ ഗുണ്ടകൾ ചാക്കിൽ നിന്ന് ശ്രേയയെ പതുക്കെ താഴേക്ക് ഇറക്കുന്നു. ഈ സമയത്ത് ആ മഞ്ഞ സാരി കണ്ടതോടെ നകുൽ വളരെ അഹങ്കാരത്തോടു കൂടി പറയുന്നു, ഗംഗെ, നീ കാരണം എനിക്കുണ്ടായ നഷ്ടം എത്രയാണെന്ന് നീ ഇന്ന് മനസ്സിലാക്കും. ഇന്നത്തോടെ എന്റെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകും എന്നൊക്കെ പറഞ്ഞ് വളരെ അഹങ്കാരത്തോടു കൂടി ഗംഗയാണെന്നുള്ള വിശ്വാസത്തിൽ നകുൽ മുഖം കാണാനേ കാത്തിരുന്നു. അപ്പോഴേക്കും ചാക്കിൽ നിന്ന് ശ്രേയയെ നിലത്തേക്ക് ഇരുത്തി ചാക്ക് മുഴുവൻ എടുത്ത് മാറ്റിയപ്പോഴാണ് ആ ബോധം കെട്ടിരിക്കുന്നത് ശ്രേയയാണെന്ന് നകുൽ തിരിച്ചറിഞ്ഞത്. ഉടനെ തന്നെ ഗുണ്ടകളോട് ദേഷ്യപ്പെട്ടു, എടാ ഇത് ശ്രേയയാണ്, ഗംഗയല്ല. അത് കേട്ടതും ശ്രേയയെ തിരിച്ചറിഞ്ഞ് ഇത് ഗംഗയാണെന്ന് പറഞ്ഞ് ചാക്കിൽ വെച്ച് മൂടിക്കൊണ്ടുവന്ന ആ ഗുണ്ടയുടെ കർണത്തടിക്കുന്നു. നീ എന്താ ഈ കാണിച്ചതെന്ന് ചോദിച്ച് ബഹളം വെച്ചതും അവർ പറഞ്ഞു, സാറ് പറഞ്ഞതനുസരിച്ച് മഞ്ഞ കളറുള്ള സാരി ഉടുത്തത് ഇവൾ മാത്രമായിരുന്നു, അതുകൊണ്ടല്ലേ ഇവളെ തട്ടിക്കൊണ്ടു പോകുന്നത്. കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ള ഗുണ്ടകൾ പറഞ്ഞു, ഇതാണ് ഗംഗയെന്ന് പറഞ്ഞ് ഞങ്ങളെയും വിളിച്ചു വരുത്തിയത്. അപ്പോഴേക്കും ശ്രേയയെ പിടികൂടിയ ആ ഗുണ്ട പറഞ്ഞു, സാറേ, ഞാൻ പിന്നിൽ നിന്നേ നോക്കിയുള്ളൂ, മഞ്ഞ സാരി കണ്ടതും ഉടനെ ചാക്കിട്ട് മൂടുകയായിരുന്നു, മുഖം ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞതും ഉടനെ നകുൽ അയാളോട് ദേഷ്യപ്പെട്ടു, എടാ, മുഖം നോക്കാതെയാണോടാ തട്ടിക്കൊണ്ടു വരുന്നത്, ആളെ തിരിച്ചറിയാതെയാണോടാ തട്ടിക്കൊണ്ടു വരുന്നത്, പിൻഭാഗം നോക്കി ആരെങ്കിലും തട്ടിക്കൊണ്ടു വരുവോടാ എന്ന് ചോദിച്ച് വീണ്ടും ആ ഗുണ്ടയുടെ മുഖത്തിനിട്ടടിച്ചു. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇവളെ തട്ടിക്കൊണ്ട് വന്ന സ്ഥിതിക്ക് ഇവള് പിന്നെ എന്തിനായിരിക്കും ഈ സാരി തന്നെ ഉടുത്തത്, ഗംഗ മഞ്ഞ സാരി ഉടുത്തെന്ന് പറഞ്ഞിട്ട് ഇവള് അത് തന്നെ എന്തിനാ ഉടുത്തത് എന്ന് നകുൽ സംശയത്തോടെ നിന്നു. ഉടനെ അതിലൊരു ഗുണ്ട പറഞ്ഞു, സാറേ, ഇനിയിപ്പോ സാറ് ഇവളെ വിവാഹം കഴിക്കണമെന്ന് കരുതിയിട്ടായിരിക്കുമോ, ഇവൾക്ക് സാറിനോടുള്ള താല്പര്യം കൊണ്ടായിരിക്കുമോ, പെണ്ണുങ്ങളല്ലേ സാറേ, ഓരോരുത്തരെയും താല്പര്യം പറയാനാകില്ലല്ലോ എന്നൊക്കെ ഗുണ്ട പറഞ്ഞു. ഇത് കേട്ട ഉടനെ നകുൽ പറഞ്ഞു, അത് ഞാൻ ഗംഗയെ തട്ടിക്കൊണ്ട് വന്നത് അവളെ വിവാഹം കഴിക്കാനൊന്നും അല്ലല്ലോ, എന്തായാലും ഇനി ഇവിടെ വെച്ച് നമുക്ക് 10 ലക്ഷം രൂപ കൈക്കലാക്കാം, അതേ രക്ഷയുള്ളൂ എന്ന് മഹിയെയും കൈലാസത്തിലുള്ളവരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതിനെ കുറിച്ച് നകുൽ പറയുന്നു. അത് കേട്ടതും ഗുണ്ടകൾ പറഞ്ഞു, ശരി, അങ്ങനെ തന്നെ ചെയ്യാം സാറേ, പക്ഷേ എന്നാലും ഗംഗയ്ക്ക് പകരം ഇവളെങ്ങനെ വന്നു എന്നായി നകുലിന്റെ സംശയം. ഉടനെ ഒരാൾ പറഞ്ഞു, സാറേ, ഇനി അതിനുള്ള ഉത്തരം അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഇവളോട് തന്നെ നേരിട്ട് ചോദിക്കണമെന്ന് പറഞ്ഞതും, നിന്നെയൊക്കെ കൊണ്ട് ഈ പണിക്ക് വിട്ടത് ഭയങ്കര കഷ്ടമായി, ഇനിയുള്ള പദ്ധതിയെങ്കിലും നീ ഒന്ന് പാളിച്ച് കളയരുത്. ഞാൻ കൈലാസത്തിൽ ചെന്നതിന് ശേഷം അവിടുത്തെ സാഹചര്യമൊക്കെ നോക്കിക്കഴിഞ്ഞ് അല്പസമയം കഴിയുമ്പോൾ നിങ്ങൾ മഹിയെ വിളിച്ച് ഇക്കാര്യം പറയണം.
അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തിരിക്കണം. ഇതെങ്കിലും ഫ്ലോപ്പ് ആക്കി കളയരുത് എന്ന് അവരോട് പറഞ്ഞതും ഇല്ല സാറേ, സാർ ധൈര്യമായിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞ് നകുലിനെ പറഞ്ഞയക്കുന്നു. അങ്ങനെ നകുൽ കൈലാസത്തിലേക്ക് പോകാനായി താഴേക്ക് ഇറങ്ങുന്നു. ഈ സമയത്ത് ഗംഗ ഓട്ടോയിൽ അതിലെ വരുമ്പോഴേക്കും ഗംഗ ഓട്ടോയിൽ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ആ ഫ്ലാറ്റിന് താഴെ ആ ശ്രേയെ തട്ടിക്കൊണ്ടുപോയ കാറ് കാണാനിടയായി. ഉടനെ തന്നെ ഓട്ടോ നിർത്താനായി ഗംഗ ആവശ്യപ്പെട്ടു. ഗംഗ നിന്ന് ഓട്ടോ നിർത്തിയതും ഗംഗ ആ കാറിലേക്ക് തന്നെ നോക്കി. ശ്രേയസ് തട്ടിക്കൊണ്ടുപോയത് ഈ കാർ തന്നെയായെന്ന് നമ്പർ നോക്കി ഗംഗ മനസ്സിലാക്കുന്നു. അതിനുശേഷം ഓട്ടോക്കാരനെ പറഞ്ഞയച്ചിട്ട് ഗംഗ പതുക്കെ ആ ഫ്ലാറ്റിലേക്ക് കയറുന്നു. ഈ സമയത്ത് ആ ലിഫ്റ്റിൽ കയറിയിട്ട് അതിൽ താഴേക്ക് ഇറങ്ങാനായി ശ്രമിച്ച നകുലിന് ലിഫ്റ്റ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ആകെ ദേഷ്യമാണ്. ഈ സമയം ഗംഗ കൃത്യമായി തന്നെ സ്റ്റെയർ കയറി മുകളിലേക്ക് എത്തി. നകുൽ ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ലിഫ്റ്റിലൂടെ താഴേക്ക് ഇറങ്ങാൻ കഴിയില്ലാത്തതിന്റെ നിരാശയിൽ ദേഷ്യത്തോടെ നകുൽ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് പോകുമ്പോൾ ഇതിനോടകം ഗംഗ നകുലിന്റെ മുന്നിൽ ചെന്നപ്പെടാതെ നേരെ ശ്രേയയുടെ റൂം അന്വേഷിച്ച് പോയി കഴിഞ്ഞു. നകുലാണ് ഇതിന് പിന്നിൽ നിന്ന് അറിയാതെ, നകുൽ ആ ഫ്ലാറ്റിൽ ഉണ്ടെന്ന് പോലും അറിയാതെ ഗംഗ എവിടെയായിരിക്കും ശ്രേയെ ആ ഗുണ്ടകൾ കൊണ്ടുപോയതെന്നറിയാൻ ശ്രേയെ അന്വേഷിച്ച് ഓരോ റൂമിനരികിൽ എവിടെയും പോകുന്നു. ഇനി ശ്രേയജി ഏത് റൂമിലായിരിക്കും എന്ന സംശയമായിരുന്നു ഗംഗയുടെ മനസ്സിൽ. ഈ സമയത്ത് ശ്രേയയ്ക്ക് കാവലിരുന്ന ഗുണ്ടകളിൽ ഒന്ന് രണ്ട് ആളുകൾ പറഞ്ഞു, ഞങ്ങൾ എന്തായാലും പുറത്തു പോയി ഒന്ന് സിഗരറ്റ് വലിച്ചിട്ട് വരാം, നീ അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യേ, നീ ഇവളെ കാവലായിട്ട് ഇവിടെ ഇരിക്കെ, ഞങ്ങൾ ഉടനെ തന്നെ മടങ്ങി വരാം എന്ന് പറഞ്ഞ് അവർ മൂന്നാല് ഗുണ്ടകൾ പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് ശ്രേയ ഏത് റൂമിലാണെന്നറിയാതെ നിരാശയിൽ നിൽക്കുന്ന ഗംഗ പെട്ടെന്ന് നോക്കിയതും ഗുണ്ടകൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കാണാനിടയെ. അവരുടെ കണ്ണിൽപ്പെടാതെ ഗംഗ ഒളിച്ചിരിക്കുന്നു. അപ്പോഴേക്കും അവിടെ നിന്ന് സിഗരറ്റ് വലിക്കാൻ ഒരുങ്ങിയ അവർ പറഞ്ഞു, തൽക്കാലം ഇവിടെ നിന്ന് വലിക്കണ്ട, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ആ ഫ്ലാറ്റിന് വാതിക്കലേക്ക് പോകുന്നു. ഈ സമയത്ത് ഗംഗ വേഗം തന്നെ റൂമിലേക്ക് കയറി. അവിടെ ശ്രേയയ്ക്ക് കാവലിരുന്ന ആ ഒരു ഗുണ്ട ഗംഗയെ കണ്ടതും ആരടി നീയ എന്ന് ചോദിച്ച് ഗംഗയുടെ നേരെ പാഞ്ഞു വന്നു. ഈ സമയത്ത് ഗംഗ തന്റെ കയ്യിൽ കിട്ടിയ ആ ഫ്ലവർ വേസ് എടുത്ത് അയാളുടെ തലക്കിട്ടടിക്കുന്നു. അങ്ങനെ അയാളെ ബോധം കെടുത്തി അവിടെ ഇട്ടു. അതിനുശേഷം ബോധമറ്റ് കിടക്കുന്ന ശ്രേയയെ ഗംഗ വിളിച്ചുണർത്താനായി ശ്രമിക്കുന്നു. ശ്രേയച്ചി എന്ന് വിളിച്ച് ഗംഗ ഒരു വിധത്തിൽ ശ്രേയയെ വിളിച്ചുണർത്തി. കണ്ണു തുറന്ന ശ്രേയ സാവധാനത്തിൽ ഗംഗ എന്ന് വിളിച്ചതും ഉടനെ തന്നെ ഗംഗ ശ്രേയോട് പറഞ്ഞു, ശ്രേയച്ചി ബഹളം വെക്കാതെ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. അങ്ങനെ ശ്രേയെ ഒരു വിധത്തിൽ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഗംഗ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് പോകാൻ ഒരുങ്ങി. ആ സമയം ഗംഗ ശ്രേയയും വിളിച്ച് താഴേക്ക് പോകുമ്പോഴേക്കും താഴെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഗുണ്ടകളെ അവർ കാണുന്നു. ഇനി എന്ത് ചെയ്യും എന്ന് ശ്രേയ ഗംഗയോട് ദേഷ്യത്തോടെ ചോദിച്ചു. ഉടനെ തന്നെ ശ്രേയ ചോദിച്ചത് കേട്ട് ഗംഗ പറഞ്ഞു, നമുക്ക് മറ്റേതെങ്കിലും വഴിയുണ്ടോന്ന് നോക്കാം ശ്രേയജി, അപ്പുറത്ത് ഏതെങ്കിലും വഴിയുണ്ടോന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഫ്ലാറ്റിന്റെ മറുവശത്ത് വഴിയുണ്ടോ എന്ന് നോക്കുന്നു. അപ്പോഴേക്കും മറ്റൊരു സ്റ്റെയർ അവർ കണ്ടെത്തി. അതുവഴി അവർ ഇരുവരും കൂടി ആ ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്തിനകം മഹിയുടെ അരികിലേക്ക് കൈലാസത്തിലേക്ക് നകുൽ എത്തിച്ചേരുന്നു. നകുൽ ആ വീട്ടിലേക്ക് വന്നെത്തിയതും കൈലാസത്തിന്റെ വീട്ടുമുറ്റത്തെത്തിയതും ബൈക്കിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ നകുൽ ഗുണ്ടകളെ വിളിക്കുന്നു. അവർ ഫോൺ എടുത്തതും ഹലോ സാർ, പറഞ്ഞോളൂ സാർ അവിടെ എത്തിയോ എന്ന് അന്വേഷിച്ചു. ഞാനിവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞതും ഗുണ്ട പറഞ്ഞു, എന്ന് ഞാൻ ഇപ്പോൾ തന്നെ വിളിക്കാം സാർ, സാർ അയച്ചു തന്ന നമ്പറിലേക്ക് എന്നറിയിച്ചു. അത് കേട്ടതും നകുൽ പറഞ്ഞു, എടാ മണ്ട, ഇപ്പൊ വിളിക്കരുത്, ഞാൻ ചെന്ന് ഒരു 10 മിനിറ്റ് അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ മാത്രമേ നീ വിളിക്കാൻ പാടുള്ളൂ എന്ന് നകുൽ അയാളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ശരി സാർ, അങ്ങനെ തന്നെ ചെയ്യാമെന്ന് അയാൾ സമ്മതിക്കുന്നു. അതിനുശേഷം നകുൽ വാതിക്കലേക്ക് എത്തിയതും ആ ഹാളിലിരിക്കുന്ന ജാനകി അമ്മയെ കാണുന്നു. ഉടനെ തന്നെ ജാനകി മുത്തശ്ശിയുടെ അരികിലേക്ക് നകുൽ ഓടിയെത്തി. മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാല് തൊട്ട് ക്ഷമ ചോദിക്കുന്നു. അപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥയിലാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. അത് ഒരു കാരണവശാലും എനിക്ക് മുത്തശ്ശിയോട് എന്തെങ്കിലും വിരോധമുണ്ടായിട്ടോ പകയുണ്ടായിട്ടോ ആയിരുന്നില്ല എന്നെല്ലാം നകുൽ ജാനകി മുത്തശ്ശിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എല്ലാം കേട്ടതിന് ശേഷം മുത്തശ്ശി നകുലിനോട് സാരമില്ല എന്നും തന്നോട് അങ്ങനെ പറഞ്ഞതിൽ തനിക്ക് യാതൊരു വിരോധവുമില്ല എന്നും അപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്നും മുത്തശ്ശി നകുലിനോട് പറയുന്നു. എല്ലാം കേട്ടതിന് ശേഷം നകുൽ വളരെ സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ദേവയാനിയും ഹൈമവതിയും എത്തുന്നത്. ദേവയാനിയും ഹൈമവതിയും വരുന്ന സമയത്ത് നകുലിനെ അവിടെ കണ്ടതോടെ ഹൈമവതിക്കാകെ സംശയമാകുന്നു. ഗംഗയെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് ഇവൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നല്ലോ, എന്നിട്ട് ഇവനിപ്പോ ഇവിടെ വന്നു നിന്നാൽ എങ്ങനെയാണ് ഗംഗയെ തട്ടിക്കൊണ്ടുപോകുന്നത് എന്ന് ഹൈമവതി സംശയത്തോടെ ദേവയാനിയോട് ചോദിക്കുന്നു. ഇനി മറ്റാരെങ്കിലും ഏർപ്പാട് ചെയ്തിട്ടായിരിക്കും ഇവനിവിടെ വന്നത് എന്നും ഉടനെ ഹൈമവതിയോട് ദേവയാനി അറിയിച്ചു.
അവളെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് അവൻ അവിടെയല്ല ഇവിടെ ഉണ്ടായിരുന്നെന്നും ഇവനല്ല അവളെ തട്ടിക്കൊണ്ടുപോയതെന്നും വരുത്തി തീർക്കാനാണ് ഇവൻ കൃത്യമായി ഈ സമയത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ദേവയാനി ഹൈമവതിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. എല്ലാം കേട്ടതിന് ശേഷം ഹൈമവതി പറഞ്ഞു, കൊള്ളാം, ഭയങ്കര ബുദ്ധി തന്നെയാ അവൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും സന്തോഷത്തോടെ നകുലിനരികിലേക്ക് ചെല്ലുന്നു. നകുൽ ഈ വഴിക്ക് നകുൽ വീണ്ടും വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ഹൈമവതി അരികിലേക്ക് എത്തിയതും നകുൽ പറഞ്ഞു, ഞാൻ മുത്തശ്ശിയോട് ക്ഷമ ചോദിക്കുകയായിരുന്നു. അന്ന് നടന്ന സംഭവത്തിലൊക്കെ എനിക്ക് വല്ലാത്ത മനസ്താപമുണ്ട്. സത്യത്തിൽ ഞാൻ ഇത്രയും ദിവസം ശരിക്കും ഉറങ്ങിയിട്ടില്ല എന്ന് വേണം പറയുവാൻ. മുത്തശ്ശിക്ക് എന്നോട് ദേഷ്യം തോന്നിക്കാണുമെന്നും മുത്തശ്ശിയുടെ മനസ്സ് വേദനിപ്പിച്ചതിൽ എനിക്ക് വല്ലാത്ത സങ്കടവും കുറ്റബോധവും തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വന്ന് ക്ഷമ ചോദിച്ചത് എന്നും ഇവിടെയുള്ള എല്ലാവരോടും ക്ഷമ ചോദിക്കാനാണ് ഞാൻ വന്നത് എന്നും നകുൽ അറിയിക്കുന്നു. ഇതെല്ലാം കേട്ടതോടെ ഹൈമവതി പറഞ്ഞു, ക്ഷമയൊക്കെ ചോദിക്കുന്നത് കൊള്ളാം, പക്ഷേ നമ്മുടെ പ്ലാനൊക്കെ കൃത്യമായി നടക്കുമല്ലോ അല്ലേ എന്നൊക്കെ ഹൈമവതി നകുലിനോട് സംശയത്തോടെ ചോദിച്ചു. അത് കേട്ടതും മുത്തശ്ശി ചോദിച്ചു, എന്ത് പ്ലാന്റെ കാര്യം ഹൈമവതി പറയുന്നത് എന്ന് അന്വേഷിച്ചതും ഉടനെ ഹൈമവതി പറഞ്ഞു, അല്ല, വിവാഹം നടക്കാതെ പോയതുകൊണ്ട് അതിനുശേഷം ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിലപ്പോൾ നകുൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കുമല്ലോ, അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചതായി എന്ന് ഹൈമവതി ഒരു വിധത്തിൽ ഉരുണ്ട് കളിച്ച് മറുപടി പറയുന്നു. അത് കേട്ടതും ചിരിച്ചുകൊണ്ട് ജാനകി മുത്തശ്ശി ഇരിക്കുന്നു. ഈ സമയത്ത് മഹിയുടെ ഫോണിലേക്ക് ആ ഗുണ്ട വിളിക്കുന്നു. ഗുണ്ട വിളിച്ച്, നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ആശ്രയ എന്ന് പറയുന്ന പെൺകുട്ടി ഞങ്ങളുടെ കസ്റ്റഡിയിലാണെന്നും അവളെ വിട്ടുകിട്ടണമെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണമെന്നും മഹിയോട് പറയുന്നു. മഹി ഉടനെ തന്നെ നിങ്ങൾ ആരാണ്, എവിടുന്നാ വിളിക്കുന്നതെന്നൊക്കെ അന്വേഷിച്ചു. അത് കേട്ടതും ഗുണ്ടകൾ പറഞ്ഞു, അല്പസമയത്തിനുള്ളിൽ നിങ്ങളെ ഞങ്ങൾ വിളിക്കും. ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ പണം അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഞങ്ങൾ വിളിക്കുമ്പോൾ ആ പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ എത്തിയാൽ മതിയെന്നും അറിയിച്ചു. അത് കേട്ടതോടെ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് അവർ വാക്ക് നൽകുന്നു. അത് കേട്ടതിന് ശേഷം ഉടനെ മഹി വിവരം പറയാനായി ദേവയാനിയുടെയും മറ്റും അരികിലേക്കായി മഹി ഓടിയെത്തുന്നു. ഹാളിലേക്ക് എത്തിയതും അവിടെ നിൽക്കുന്ന നകുലിനെ കണ്ടതോടെ മഹി അകഞ്ഞെട്ടിത്തെറിച്ചു. ഉടനെ തന്നെ മഹിയെ കണ്ടതും നകുൽ വിശേഷങ്ങൾ ചോദിക്കുന്നു. മഹി ഇവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ അന്വേഷിച്ചതും മഹി ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനിടയിൽ, എന്താ മഹി, എന്തു പറ്റി എന്ന് ദേവയാനി കാര്യം അന്വേഷിച്ചു. അപ്പോഴേക്കും എന്നെ ഇപ്പോ ഒരാൾ വിളിച്ചിരുന്നോ അവർ പറഞ്ഞത് എന്ന് പറഞ്ഞതും ഹൈമവതിക്ക് വലിയ സന്തോഷമായി. ഗംഗയെ തട്ടിക്കൊണ്ടുപോയ വിവരമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അവളെ നകുലിന്റെ ആളുകൾ തട്ടിക്കൊണ്ടുപോയല്ലോ എന്ന ആശ്വാസത്തിൽ ഹൈമവതി അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഗംഗയുടെ കാര്യമായിരിക്കുമെന്നുള്ള വിചാരത്തിൽ ഹൈമവതി വളരെ സന്തോഷത്തോടെ മഹിയോട് ചോദിച്ചു, എന്താ മഹി, എന്താ അവർ പറഞ്ഞത്? അത് കേട്ട ഉടനെ തന്നെ മഹി പറഞ്ഞു, അത് പിന്നെ ശ്രേയെ അവർ തട്ടിക്കൊണ്ടുപോയെന്നും വിട്ടുകൊടുക്കാനായി 10 ലക്ഷം രൂപ വിട്ടു തരുന്നതിന് വേണ്ടി അവർക്ക് കൊടുക്കണമെന്നുമാണ് പറഞ്ഞതായി എന്ന് അറിയിച്ചു. അത് കേട്ടതോടെ ഹൈമവതി ആകെ ഞെട്ടി. എന്താ മഹി പറഞ്ഞത്? ആരെ തട്ടിക്കൊണ്ടുപോയെന്നാ പറഞ്ഞത് എന്ന് ഞെട്ടലോടെ ഹൈമവതി വീണ്ടും ആവർത്തിച്ചന്വേഷിച്ചു. ഉടനെ തന്നെ മഹി പറഞ്ഞു, ശ്രേയെ തട്ടിക്കൊണ്ടുപോയെന്നാ അവർ പറഞ്ഞതെന്ന്. അത് കേട്ടതോടെ ഹൈമവതിയുടെ ഉള്ള ബോധവും പോകുന്നു. ഉടനെ തന്നെ ഹൈമവതി ആകെ നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് കരയുന്നു. ഉടനെ തന്നെ ദേവയാനിയും മഹിയും ആശ്വസിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഹൈമവതി ആലോചിച്ചു, ഈ നകുല് തന്നെയല്ലേ ഇതിന് പിന്നിൽ കളിച്ചത്? അപ്പോ അവനോട് ഈ ഒരു അവസരത്തിൽ മഹിയും ജാനകിയും മുത്തശ്ശിയും ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ചോദിക്കാനും പറ്റുന്നില്ലല്ലോ ദൈവമേ എന്ന് ഹൈമവതി വിഷമത്തോടെ ആലോചിക്കുന്നു. ഇതെല്ലാം കേട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നകുൽ ഒന്നും അറിയാത്തവനെ പോലെ അഭിനയിച്ച് തകർത്തുകൊണ്ട് ഗുണ്ടകൾ പറഞ്ഞതുപോലെ ഒന്നും അറിയാത്ത ഒരു പാവത്താനെ പോലെ അവിടെ നിൽക്കുന്നു.